ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിൽ അവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. മെയ് മാസത്തിൽ മകരക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകരക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന മകരക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, രാഹു, ശുക്രൻ എന്നിവയെല്ലാം വളരെ അനുകൂല ഭാവത്തിലാണ്. 4 സൂര്യനാണ്. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്, അതും അനുകൂലമാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് അനുകൂലമല്ല. 9-ാം ഭാവത്തിൽ ത്രികോണസ്ഥാനത്ത് കേതു നിൽക്കുന്നത് അനുകൂലമല്ല, എന്നാൽ ഗുണഫലമല്ല എന്നും പറയാം. എന്നാലും വളരെയേറെ കുഴപ്പമില്ലാത്തൊരു ഫലം തന്നെയാണ് ഉള്ളത്. ചൊവ്വയാണ് 7-ാം ഭാവത്ത് നിൽക്കുന്നത്. കാരണം ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിനായിട്ട് ഭഗവത് സേവ നടത്തുന്നത് മൂലം ഉദ്ദിഷ്ട കാര്യങ്ങളും ഉദ്ദിഷ്ട സമയങ്ങളിലുള്ള യാത്രകൾ കൊണ്ടുള്ള പ്രയോജനങ്ങളായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതയും വിദേശ സംബന്ധമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിദേശ സംബന്ധമായിട്ടുള്ള ജോലിയിൽ യാത്ര തിരിക്കുന്നവർക്കും വളരെ ഈ പരിഹാരങ്ങൾ കൂടിയേ തീരുകയുള്ളൂ. ഈ സാധാരണ 7 ചൊവ്വ നിൽക്കുന്ന സമയത്ത് വിദേശ യാത്ര, ദൂരദേശ യാത്രയെല്ലാം വളരെ ദോഷകരമാണ്. അതിനായിട്ട് അങ്ങനെ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിനുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് 7 ശനി കഴിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടത്തിലുള്ള കൂറുകാരാണ് മകരക്കൂറ്. 3-ൽ വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ്. വ്യാഴം ഇഷ്ടസ്ഥിതിയിലാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് പറഞ്ഞാൽ അത് അനിഷ്ടസ്ഥിതിയിൽ ആയി 6-ാം ഭാവത്തിലേക്ക് വരും. അതിനുള്ള പരിഹാരം കൂടി ചെയ്യണം. മാസത്തിൽ ഒരു പ്രാവശ്യം മഹാവിഷ്ണു പ്രീതി വരുത്തണം എന്നുള്ളത് തന്നെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നീക്കണം. എന്ത് ബാധാദോഷങ്ങളുണ്ടെങ്കിലും പലവിധ ബാധാദോഷങ്ങളുണ്ട്. ബാധാമൂർത്തി ഭേദദോഷങ്ങളുണ്ട്, ശൈവ വൈഷ്ണവ സംയുക്തമായിട്ടുള്ള ബാധാദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ത്രികാല സംബന്ധമായിട്ടുള്ള ബാധാദോഷങ്ങളുണ്ട്, ധർമ്മദേവ സംബന്ധമായിട്ടുള്ള ബാധാദോഷങ്ങളുണ്ട്. ദുർമരണത്തിൽപ്പെട്ടിട്ട് അപമൃത്യു സംഭവിച്ചിരിക്കുന്ന ബാധാമൂർത്തി ദോഷങ്ങളുണ്ട്. കരുക്കൾ, ക്ഷുദ്രാഭിചാരങ്ങൾ കൊണ്ടുള്ള കരുക്കളുള്ള ആഭിചാരങ്ങളുണ്ട്. ഇപ്പോൾ ശത്രു സംബന്ധമായിട്ടുള്ള സംഹാരങ്ങളും മനോപ്രാർത്ഥനകളും വൈരാഗ്യം മൂലം വാക്കുകൾ അപ്രത്യക്ഷപരമായിട്ടുള്ള കഠിനപരമായിട്ടുള്ള വാക്കുകൾ മൂലം ശാപം തന്നെ കിട്ടുന്ന ലെവലിൽ മാറിപ്പോകുന്നതും അത് അനുഭവിച്ചു വരുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് ഞാൻ എൻ്റെ അടിയിൽ കണ്ടുവരാറുണ്ട്. അതെല്ലാം ഭയങ്കര ഹീനപരമായിട്ടുള്ള പരിപാടികളാണ്. അതിനെല്ലാം എടുത്ത് മാറ്റിയെടുത്ത് നിവൃത്തി സ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് സമയം പാഴാക്കാനില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വല്ല ദോഷങ്ങൾ ജാതകത്തിൽ അനുകൂല ഭാവത്തിലാണ് ഒരു ജാതകം ജ്യോത്സ്യനെ കൊണ്ട് കാണിച്ച് നിങ്ങൾക്ക് നല്ല സമയമാണ്, യാതൊരു വിധത്തിലുള്ളതില്ല എന്ന് പറയുകയും പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പ്രശ്നത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുകയും ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിവിധി ചേരണം. സാധാരണ നല്ല കഠിനപരമായിട്ടുള്ള ദോഷങ്ങളാണ്. ഇപ്പോൾ വ്യാഴം പ്രശ്നം വയ്ക്കുന്ന സമയത്ത് വ്യാഴം 3-ലോ 6-ലോ 12-ലോ 8-ലൊക്കെ നിൽക്കുകയാണെങ്കിൽ 8-ലൊക്കെ വരികയാണെങ്കിൽ കഠിനപരമായിട്ടുള്ള ദോഷങ്ങളുണ്ട്. അതിന് വിപുലപരമായിട്ടുള്ള താമ്പൂല പ്രശ്നം, അഷ്ടമംഗല പ്രശ്നമെല്ലാം വെച്ച് അതിൻ്റേതായിട്ടുള്ള പരിഹാര മാർഗങ്ങളെല്ലാം തേടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതിൽ പറയാം. ഇനി വരാൻ പോകുന്ന കാലം നിങ്ങൾക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. 2.5 കൊല്ല വർഷം ഇനി വരാൻ പോകുന്നത്. അത് വളരെ അനുകൂലപരമായിട്ട് നിങ്ങൾക്ക് നീങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ വളരെ ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും. വിദേശ പഠനം കൊണ്ട് വിദേശ ജോലി കൊണ്ടും ഉപകാരപ്രദങ്ങളുണ്ടാവും. ബന്ധു സമൂഹങ്ങളെല്ലാം പിണങ്ങിപ്പോയവരെല്ലാം തിരിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. ചീത്ത കൂട്ടുകെട്ടുകൾ മൂലം പൊതുവെ വഷളാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതിനാണ് ഞാൻ ഭഗവതിക്ക് ഭഗവത് സേവ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു പരിധി വരയ്ക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വേർതിരിക്കുവാനായിട്ട് മാതാപിതാക്കളും സന്താനങ്ങളെ ശരിക്കും യുവാക്കളെ നേർവഴി കൊണ്ടുവരാനുള്ള സഹജന ശക്തിയും ആലോചന ശക്തിയും അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുമാണ്. പല കുടുംബങ്ങളിലും നോക്കുന്ന സമയത്ത് എല്ലാവരും അച്ഛൻ്റെ പ്രശ്നത്തിനും അമ്മയുടെ പ്രശ്നത്തിനും മക്കളുടെ പ്രശ്നത്തിനുമായി തരംതിരിഞ്ഞു പോകുന്നതാണ്. ഐക്യത ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ഐക്യത ഇല്ലാത്ത കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്കെല്ലാവരും അറിയാവുന്നതാണ്. ഒരു മൊബൈൽ സംഭവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉള്ളത്. ഈ മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല, വിളിച്ചാലും കൂടി കേൾക്കാത്ത ഒരവസ്ഥയാണ്.
അങ്ങനെയുള്ള ഒരു ഇതൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതല്ല. എന്നിരുന്നാലും കുറേയേറെയൊക്കെ നമുക്ക് സാഠ്യം പിടിച്ച, അതായത് അഹങ്കാരം. ഒരു ഉദാഹരണം പറയാം. എന്നോട് ജ്യോത്സ്യം വന്ന് മകൻ എത്ര പറഞ്ഞാലും ശുണ്ഠി കയറിയാവോ അവൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണ്, എന്നെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണ്, മാതാപിതാക്കളെ കടിച്ച് കയറാൻ വരികയാണ്. പേപ്പറിൽ മറ്റുള്ളതൊക്കെ പരിശോധിച്ചിട്ട് കാണുമ്പോൾ കത്തി കോടാലി എങ്ങനെ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ധിക്കരിച്ച് ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു മകനില്ല, അല്ലെങ്കിൽ അങ്ങനെ മകനില്ല എന്നല്ല, അങ്ങനെയുള്ള ആഘോഷമായിട്ടുള്ള ധീരതയായിട്ടുള്ള പ്രയോഗം ഇപ്പം തന്നെ നിങ്ങൾ അവർക്ക് എടുത്ത് നീട്ടിക്കഴിഞ്ഞാൽ, കാരണം അവർക്ക് വരുമാന മാർഗമില്ല. അപ്പോൾ ആ ധീരതയോടുകൂടി എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ അവരുടെ പത്തി മടക്കുകയാണ്, പത്തി താഴുകയാണ്. അവരുടെ പത്തി താഴ്ന്ന് മുടങ്ങിപ്പോണ്. അതേസമയത്ത് അവരുടെ ഭീകരമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ കൂട്ടു നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വഷളായി ഇപ്പോൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരുപാട് സാഹസികങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. ഈ രാശിനെ പുറത്തുവരയ്ക്ക് ഞാൻ പറയുകയല്ല, പൊതുവായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. ഈ രാശിക്കാർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സമയം തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാലും ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അനുകൂല ഭാവം ശരിക്കും കിട്ടണം. ഭവനയോഗം കാണുന്നുണ്ട് കേട്ടോളൂ, നല്ല ഭവനയോഗം കാണുന്നുണ്ട്. പുതിയ ഭവനം വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിന് തുടക്കം കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷമാകുമ്പോഴേക്കൊക്കെ നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭവനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്താൻ പറ്റും. അതുപോലെ തന്നെ രാജ്യം വിട്ട് രാജ്യത്തിലേക്ക് പോകാനോ തയ്യാറായി നിൽക്കുന്നവർക്കാണെങ്കിലും ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ഭവനങ്ങളെല്ലാം വെച്ച് അത് വിൽക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് പുതിയ സ്ഥലങ്ങൾ വാങ്ങിച്ച് വീട് വെക്കാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പേടി പറഞ്ഞൊരു സാധനമില്ല. കാരണം പേടി എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമാണ് പേടി. ആ മരണത്തിനെ അതിജീവിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കടബാധ്യത ഇന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ 75% കടബാധ്യതയാണ് ജനങ്ങൾ നീങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം എന്ന് നോക്കി നടക്കുന്ന സമയത്ത് മറ്റുള്ള ഒരു കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകളുടെ ജനാധിപത്യം ഇവിടെ കൂടിക്കൊണ്ടുവരാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യം കൂടുതലായി പോയി എന്നല്ല പറയുന്നത്. അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഇതിൽ. അതായത് കുടുംബത്തിനെയും ഭർത്താവിനെയും മക്കളെയും കുറച്ച് ശ്രദ്ധിക്കണം. ഇത് ഞങ്ങൾക്ക് മാത്രമാണ് ബാധകം, ഭർത്താവിന് ഇതിന് ബാധകമല്ല എന്ന് ചോദിക്കും. പക്ഷെ ബാധകമാണ്. പക്ഷെ ബാധകത്തിൻ്റെ വിലയിൽ ഭർത്താവിനെയും നമ്മൾ ശ്രദ്ധിക്കണം, ഭർത്താവ് ഭാര്യനെയും ശ്രദ്ധിക്കണം, കുട്ടികളെയും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മകരരാശിക്കാർക്ക് ഇപ്പോൾ ഈ അനുകൂല സംഭവപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്ന കാരണമാണ് ഇത്രയടുത്ത് പറയാൻ കാരണം. നിങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ചാൽ ശിവനെങ്കിൽ ധാര, വിളക്ക്, മാല എന്നിവയെല്ലാം നടത്തുക. മഹാവിഷ്ണുവെങ്കിൽ ഇനി ഈ മെയ് മാസത്തിൻ്റെ മധ്യത്തിന് ശേഷം മഹാവിഷ്ണുവിൻ്റെ മാസത്തിൽ ഒരു പ്രാവശ്യം ഈ നക്ഷത്രത്തിൽ പെട്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ മറ്റും ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. പിന്നെ കുറേ വർഷങ്ങളായിട്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾ മക്കൾക്ക് നടക്കുന്നില്ല എന്നൊരു ചിന്താഗതിയും അതൊരു മനോവിഷമമായിട്ടും കിടക്കുകയാണെങ്കിൽ അതും സാധ്യമാകാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. മഹാവിഷ്ണു പ്രീതി, ഗുരുവായൂരപ്പൻ്റെ പ്രീതി, പ്രപഞ്ചം സൃഷ്ടിക്കുന്ന പ്രപഞ്ചകാരകനായിട്ടുള്ള അവൻ്റെ ആ ഒരു കടാക്ഷം തന്നെയാണ് ശരിക്കും നമുക്ക് വേണ്ടത് എന്ന് തന്നെ ഞാൻ പറയാം. നമസ്കാരം.